പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് വീണ്ടും അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം ദൈവം നമുക്ക് തന്നതിന് ദൈവത്തിനെ നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ. ഇന്ന് ഞാൻ ചിന്തിക്കാനെടുത്ത വിഷയം വിശുദ്ധ മർക്കോസ് 10-ാം അധ്യായം 46 മുതൽ 52 വരെയുള്ള വാക്യങ്ങളാണ്. ഹല്ലേലൂയ. ഇവിടെ പിന്നെ അവൻ ശിഷ്യന്മാരോടും വലിയ പുരുഷാരത്തോടും കൂടെ എരിഹോമിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ തീമായുടെ മകനായ ബെർത്തിമായി എന്ന കുരുടനായ ഒരു ഭിക്ഷക്കാരൻ വഴിയരികെ ഇരിക്കുന്നത് കണ്ടു. ഹല്ലേലൂയ. ഇവിടെ ഒരു ഭിക്ഷക്കാരനെ പറ്റിയാണ് പറയുന്നത്. ജന്മനാ കുരുടനായ ഒരു ഭിക്ഷക്കാരൻ. ഹല്ലേലൂയ. ഇവിടെ അവൻ്റെ പിതാവിൻ്റെ പേരും കൂടെ നമ്മുടെ വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. എല്ലാവരും തള്ളപ്പെട്ട ഒരാളെ ഈ ഭിക്ഷക്കാരൻ എന്ന് പറഞ്ഞില്ലേ. നമുക്കൊക്കെ ഭിക്ഷക്കാരെ കാണുമ്പോൾ പേടിയ, സമൂഹത്തിൻ്റെ മുന്നിൽ ഒറ്റപ്പെട്ടവരാണ് ഈ ഭിക്ഷക്കാർ. എന്നാൽ ഈ വചനം പറയുന്നു തീമായുടെ മകനായി ബെർത്തിമായി എന്ന പിതാവിൻ്റെ പേരും കൂടെ രേഖപ്പെടുത്തുന്നു. ഹല്ലേലൂയ. എളിയവരെ പൊടിയിൽ നിന്നും ദരിദ്രരെ കുപ്പയിൽ നിന്നും ഉയർത്തുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. ഇവിടെ യേശു ശിഷ്യന്മാരുടെ വഴിയരികിൽ പോകുമ്പോഴേ ഹല്ലേലൂയ ഭിക്ഷക്കാരൻ അവിടെ നിന്ന് ചോദിക്കുകയാണ്, നസ്രായനായ യേശു എന്ന് കേട്ടിട്ട്. നസ്രായനായ യേശു എന്ന് അവൻ കേട്ടതേ ഉള്ളൂ, കണ്ടില്ല. ഹല്ലേലൂയ. എന്നാൽ നമുക്ക് ദൈവം കാഴ്ച തന്നിട്ടുണ്ട്. നമ്മൾ ഈ നന്മകളെല്ലാം കാണുന്നുണ്ട്. പക്ഷേ നമ്മുടെ കണ്ണ് ചിലപ്പോൾ മങ്ങിപ്പോവുകയാണ് പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. പലപ്പോഴും നമ്മൾ മങ്ങിയ കാഴ്ചയാണ് കാണുന്നത്. കാഴ്ചയുണ്ടെങ്കിൽ പോലും ആ നല്ല കാഴ്ചകൾ, ആ നന്മകൾ നമ്മൾ കാണാതെ ഇരിക്കുന്നു. നമുക്കൊരു വേദന വരുമ്പോഴേ, നമുക്കൊരു പ്രയാസം വരുമ്പോൾ ഈ നന്മയെല്ലാം നമ്മൾ മറന്നു പോകുന്നു. ഹല്ലേലൂയ. എന്നാൽ ഇവിടെ കുരുടനായ, ജന്മനാ കുരുടനായ അന്ധനായ ഒരു മനുഷ്യനെയാണ് ഇവിടെ റോഡരികിൽ കാണുന്നത്. അവൻ കേട്ടിട്ടതേ ഉള്ളൂ, കണ്ടിട്ടില്ല. അവൻ ഈ നസ്രായനായ യേശുവിനെ കണ്ടിട്ടില്ല. എന്നാൽ അവൻ അറിയാം ഈ പോകുന്നത് നസ്രായനായ ഒരു യേശുവാണെന്ന്. ഹല്ലേലൂയ. അവൻ വിളിക്കുകയാണ്, നസ്രായനായ യേശുവേ ദാവീദ് പുത്രാന്ന്. അവനറിയാം ഈ പോകുന്നത് ആരാ, ദാവീദ് പുത്രനാണെന്ന്. നമ്മൾ പലരും ഇപ്പോഴും അത് അറിയുന്നില്ല, ഈ ദാവീദ് പുത്രൻ ആരെന്ന്. ഹല്ലേലൂയ. എന്നാൽ ഈ കാഴ്ചയില്ലാത്ത ഈ ബെർത്തിമായിക്കറിയാം ഈ പോകുന്നത് ഒരു ദാവീദ് പുത്രനാണെന്ന്. ഹല്ലേലൂയ. ഇന്നലെ മുതൽ അവൻ മറ്റുള്ളവരോട് ഭിക്ഷ ചോദിച്ചിട്ടേ ഉള്ളൂ. അവന് പൈസ മതിയായിരുന്നു. ഹല്ലേലൂയ. വഴിയരികെ എത്രയോ ആളുകൾ ഇതിൽ കൂടെ സഞ്ചരിക്കുന്നതാ. എന്നാൽ ഇന്ന് അവൻ്റെ സ്ഥിതി അവിടെ മാറുകയാണ്. നിന്റെ ഇന്നലകൾ അറിയുന്നവൻ, നിന്റെ ഇന്ന് അറിയുന്നവൻ, നിന്റെ നാളെ അറിയുന്നവൻ ഇതിൽ നടന്നു പോകുകയാണ്. ആ ബെർത്തിമായി വിളിക്കുകയാണ്, യേശുവേ ദാവീദ് പുത്ര എന്നോട് കരുണയുണ്ടാകണമെന്ന്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പലരും പറഞ്ഞു മിണ്ടാതെ ഇരിക്കാൻ. ഹല്ലേലൂയ. എന്നാൽ അവനെ ശക്തമായിട്ട് വീണ്ടും വിളിക്കുകയാണ്, അധികം നിലവിളിച്ചുകൊണ്ട്. അപ്പോൾ യേശു നിന്നു അവനെ വിളിപ്പാൻ. ഹല്ലേലൂയ. ശിഷ്യന്മാരോട് പറയുകയാണ് അവനെ വിളിക്കാൻ. കാരണം സഹായിപ്പാൻ പറ്റാത്തവണ്ണം അവൻ്റെ കരം കുറിയതല്ല, കേൾപ്പാതിരിപ്പാൻ അവൻ്റെ ചെവി മന്ദമല്ല. മക്കളെ, നമ്മുടെ നിലവിളി കേൾക്കുന്ന, നമ്മുടെ യാചന കേൾക്കുന്ന, നമ്മുടെ കണ്ണുനീര് കാണുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. നമ്മൾ സേവിക്കുന്ന ദൈവം ജീവിക്കുന്ന ദൈവമാ. ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ പ്രതികൂലങ്ങളുടെ മുന്നിൽ, നമ്മുടെ വേദനയിലെ മുന്നിൽ അവൻ ഇറങ്ങി വന്നു നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. ഹല്ലേലൂയ. ഇവിടെ ബെർത്തിമായെ വിളിക്കാനാണ് കർത്താവ് പറയുന്നത്. യേശു പറയുകയാണ് അവനെ വിളിപ്പീൻ. ഹല്ലേലൂയ. ഇവിടെ അവൻ അവിടെ വിളിച്ചുകൊണ്ട് വരിക. അപ്പോൾ എന്താ ചെയ്ത്, ധൈര്യപ്പെടുക, എഴുന്നേൽക്കുക, നിന്നെ വിളിക്കുന്നു എന്ന് ശിഷ്യന്മാർ പറഞ്ഞു. ശിഷ്യന്മാർ അവനോട് പറയുകയാണ്, ധൈര്യമായിട്ടിരിക്കെ, നിന്നെ വിളിക്കുന്നു. അതെ, നിന്നെ വിളിക്കുന്ന ഒരു അരുമനാഥൻ നമുക്കുണ്ട്. ഹല്ലേലൂയ. ഇവിടെ അവനെ വിളിക്കുകയാണ്, ധൈര്യമായിട്ട് വാ. അവൻ തൻ്റെ പുതപ്പ് എറിഞ്ഞു കളഞ്ഞു. ഹല്ലേലൂയ. അവൻ്റെ നിന്ദയുടെ ലേബലായിരുന്നു ആ പുതപ്പ്. ഹല്ലേലൂയ. നിന്റെ നിന്ദയുടെ ലേബൽ മാറ്റാൻ, നിന്നെ നിന്ദിച്ചവർ അനേകരുണ്ട്, നിന്നെ പരിഹസിച്ചവർ അനേകരുണ്ട്, നിന്നെ പറ്റി പലരും അപവാദം പറഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ. എന്നാൽ ഇവിടെ ആ നിന്ദയുടെ പുതപ്പ് അവൻ എറിഞ്ഞു കളഞ്ഞിട്ട് അവൻ്റെ വിശ്വാസം എത്ര വലുത്. ഹല്ലേലൂയ. അവനോട് ആ പുതപ്പ് കളയാൻ ആരും പറഞ്ഞില്ല. എന്നാൽ അവൻ ആ പുതപ്പ് എടുത്ത് എറിഞ്ഞു കളയുകയാണ്. ഹല്ലേലൂയ. ഇനിയും വേണ്ട, എന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാ. ഹല്ലേലൂയ. അവൻ ഉപേക്ഷിക്കുന്നവനല്ല. അവൻ വിളിച്ചാൽ നിന്റെ നിന്ന് മാറും മക്കളെ. ഹല്ലേലൂയ. നിന്റെ നിന്ന് മാറണമെങ്കിൽ, നിന്റെ വേദന മാറണമെങ്കിൽ അവൻ നിന്നെ വിളിക്കണം. ഹല്ലേലൂയ. അവൻ വിളിച്ച ഉടനെ ആ പുതപ്പ്, ആ നിന്നയുടെ ലേബല്, നിനക്ക് സമൂഹം തന്ന ലേബലാ നീ ഭിക്ഷക്കാരനെന്ന്. ഹല്ലേലൂയ. എന്നാൽ ഇവിടെ ആ നിന്ന മാറ്റുകയാണ് നമ്മുടെ നസ്രയൻ. ഹല്ലേലൂയ. ആ ജീവിക്കുന്ന ദൈവം അവൻ്റെ നിന്നയുടെ പുതപ്പ് മാറ്റുകയാണ്. അവൻ ആരോടും പറഞ്ഞ വിളിച്ച ഉടനെ അവൻ ആദ്യം ചെയ്തത്, അവൻ ആ പുതപ്പെടുത്ത് കളഞ്ഞു. ഇന്നലെ നീ മൂടിയ നിന്നയല്ല, ഇനി
ഇനി നന്മയുടെ വാതിലാ നിനക്ക് വേണ്ടി തുറക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. കേൾപ്പാൻ കഴിയാത്തവണ്ണം അവൻ്റെ ചെവി മന്ദമല്ല, സഹായിപ്പാൻ കഴിയാത്തവണ്ണം അവൻ്റെ കരം കുറുകിയതല്ല. ഹല്ലേലൂയ. തകർന്നും നുറുങ്ങിയും ഇരിക്കുന്ന ഹൃദയത്തെ നിരസിച്ച് കളയാത്ത ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. അപ്പോഴവൻ അപ്പോഴേ യേശു വിളിച്ചുടനെ അവൻ ആദ്യം ചെയ്തത് നമ്മളതാ ചെയ്യേണ്ടത്. നമുക്ക് വേണ്ടാത്തത് നിന്ദിച്ചോട്ടെ, ലോകം നിന്നെ നിന്ദിച്ചോട്ടെ, നിന്നെ പരിഹസിച്ചോട്ടെ, പക്ഷെ നിന്ന മാറ്റുക. ഇനി ഞാൻ നിന്നെ അനുഭവിക്കില്ല. ഇന്നലെ വരെ ഞാൻ അനുഭവിച്ച് നിന്ന, ഇനി എനിക്ക് നിന്നയില്ല. ആ ലേബൽ ഞാൻ മാറ്റും. ഹല്ലേലൂയ. ഇവിടെ ആ ലേബൽ മാറുകയാണ്. അവനോട് ചോദിക്കുകയാണ് യേശു അവനോട്, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം, ഞാൻ നിനക്ക് എന്താ ചെയ്തു തരണം എന്ന് ഇച്ഛിക്കുന്നു എന്ന് ചോദിച്ചതിന് റബുനി, ഹല്ലേലൂയ, റബുനി എന്താ പറഞ്ഞത്? എനിക്ക് കാഴ്ച പ്രാപിക്കണം. അവൻ ഈ ലോകത്തെ സുഖ സൗകര്യങ്ങളൊന്നുമല്ല ചോദിച്ചത്. അവനറിയാം അവൻ എന്തെല്ലാം ഈ ലോകത്ത് കിട്ടിയാലും കാഴ്ചയില്ല എങ്കിൽ ഒന്നും എനിക്ക് കാണാൻ കഴിയുകയില്ല, അല്ലേ? അവനിപ്പോൾ 2 നില വീടോ അവന് നല്ല ജോബോ എന്ത് കിട്ടിയാലും അവൻ ഇതിനോളം വരില്ല. അവനറിയാം ഈ കാഴ്ചയുണ്ടെങ്കിൽ മാത്രമേ തനിക്ക് ഈ സമൂഹത്തിൻ്റെ മുന്നിൽ ഈ നന്മ കാണാൻ എനിക്ക് ഈ കാഴ്ച കിട്ടിയേ പറ്റൂ. കാരണം മനുഷ്യർക്ക് ഈ കാഴ്ച തരാൻ കഴിയുകയില്ല. മനുഷ്യരാൽ അസാധ്യം, എന്നാൽ എൻ്റെ ദൈവത്താലോ സാധ്യം. ഹല്ലേലൂയ. ഈ ദൈവത്തിനെ ഇത് കഴിയത്തുള്ളൂ. ഇവന് കഴിയാത്ത വല്ല കാര്യമുണ്ടോ? വചനം പറയുന്ന പോലെ ഹല്ലേലൂയ. അവന് മാത്രമേ അത് കഴിയൂ. കാരണം ഇന്നലെ മുതൽ ഈ പോയ മനുഷ്യരോട് ഒന്നും അവൻ ചോദിച്ചിട്ടില്ല. ഈ ഒരു കാര്യം അവൻ ചോദിച്ചിട്ടേ ഇല്ല. പലരുടെയും മുന്നിൽ അവൻ കൈ നീട്ടിയിട്ടേ ഉള്ളൂ. പക്ഷെ ഇന്ന് ചോദിക്കേണ്ടവനോട് ചോദിച്ചാൽ, നീ കരയേണ്ടവനോട് കരഞ്ഞാൽ, ഹല്ലേലൂയ, ലോകം തരാത്തത് തരാൻ കഴിയുന്ന ഒരുവൻ ഇവിടെ വന്നിരിക്കുന്നത്. ഹല്ലേലൂയ. ഉടൻ കുരുടൻ അവനോട് എന്താ പറഞ്ഞത്? എനിക്ക് കാഴ്ച വേണം. ഹല്ലേലൂയ. എൻ്റെ നിന്ന മാറണമെങ്കിൽ അവനറിയാം, അവൻ്റെ നിന്ന മാറണമെങ്കിൽ അവൻ ഈ കാഴ്ച ലഭിച്ചേ പറ്റൂ. ഹല്ലേലൂയ. യേശു അവനോട് പോക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. കാരണം യേശു കണ്ടു. വിളിച്ചുടൻ അവൻ ചെയ്തത് ആ പുതപ്പെടുത്ത് കളയുമായിരുന്നു. ആര് ചെയ്യും? ആദ്യമായിട്ട് യേശു അവനെ വിളിക്കുകയാണ്. വിളിച്ചുടനെ അവൻ ആദ്യം ചെയ്തത് അവൻ്റെ പുതപ്പെടുത്ത് കളയുകയായിരുന്നു. അവൻ്റെ നിന്ന മാറ്റുകയായിരുന്നു. ഹല്ലേലൂയ. ആ വിശ്വാസം ആ ദൈവം അവിടെ കാണുന്നത്. നമ്മളിൽ അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടോ ദൈവമക്കളെ? ദൈവം നമ്മളെ വിളിച്ചു, നമ്മളെ വേർതിരിച്ചു, പക്ഷെ ഇങ്ങനൊരു വിശ്വാസം നമുക്കുണ്ടോ? ഇവിടെ നസ്രയൻ കണ്ടത് അവൻ്റെ വിശ്വാസമാണ്. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ഉടനെ അവൻ കാഴ്ച പ്രാപിച്ചു. ഹല്ലേലൂയ. യാത്രയിൽ അവനെ അനുഗമിച്ചു. പിന്നെ അവനെ വിട്ടുപോവുകയല്ല ചെയ്തത്. ഹല്ലേലൂയ. ഇവിടെ എന്താണ് മനുഷ്യർ ചെയ്യുന്നത്? പല നന്മകളും കർത്താവിൽ നിന്ന് പ്രാപിച്ചിട്ട് അവനെ വിട്ടുപോവുകയാണ് ചെയ്യുന്നത്. ഹല്ലേലൂയ. എന്നാൽ അവനെ വിട്ടുപോകാത്തൊരു ഭർത്യമായി ഒരു ഭിക്ഷക്കാരനെ നമുക്കിവിടെ കാണുന്നത്. ഹല്ലേലൂയ. അവൻ്റെ ലേബല് മാറി. ഭിക്ഷക്കാരനൊന്ന് ലേബല്, അവൻ്റെ നിന്ന മാറ്റി ദൈവത്തെ അവൻ കളഞ്ഞില്ല. അവൻ കൂടെ പോവുകയാണ്. ഹല്ലേലൂയ. അതെ, അവൻ ചെയ്യുന്ന നന്മകൾ ഓർത്ത് അവൻ്റെ കൂടെ നമ്മൾ പോകണം. ഹല്ലേലൂയ. ഇവിടെ അവൻ എന്ത് ചെയ്തു? യാത്രയിൽ അവനെ അനുഗമിച്ചു. യേശുവിൻ്റെ കൂടെ അവൻ പോകുകയാണ്. അതേ ദൈവമക്കളെ, ദൈവം തന്ന നന്മകൾ നമ്മൾ മറന്നു പോകാതെ, ദൈവം ഒരു അത്ഭുതം നമ്മുടെ ജീവിതത്തിൽ ചെയ്തെങ്കിൽ നമ്മളത് മറന്നു പോകരുത്. അവനെ തന്നെ അനുഗമിക്കണം. ആ പാദപീഠമായിരിക്കണം പിന്നെ നമ്മുടെ ആശ്രയം. അത് മനുഷ്യരിലല്ല. മനുഷ്യരിൽ ആശ്രയിക്കരുത്, യഹോവയിൽ ആശ്രയിക്കണം. ഹല്ലേലൂയ. അവനിൽ മാത്രം ആശ്രയിച്ചാൽ മാത്രമേ രക്ഷപ്പെടുകയുള്ളൂ. വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. ഹല്ലേലൂയ. അതെ, വിശ്വാസത്തോടെ നമ്മൾ അവൻ്റെ മുന്നിൽ യാചിച്ചാലേ അവൻ മറുപടി കിട്ടും മക്കളെ. ഹല്ലേലൂയ. ആ നിലവിളിയുടെ മുന്നിൽ പലരും അവനോട് മിണ്ടാതിരിക്കാൻ പറഞ്ഞു. അത് നമ്മളോട് ഇതാ പറയുന്നത്. ഹല്ലേലൂയ. പ്രാർത്ഥിച്ചത് മതി, ഉപവസിച്ചത് മതി, പ്രാർത്ഥനയ്ക്ക് പോകരുതെന്നൊക്കെ പലരും പറയാം. നമ്മൾ ഈ ലോകത്തെ അല്ല നോക്കേണ്ടത്. നമ്മളെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. അവൻ നമ്മളെ ഉപേക്ഷിക്കുകയില്ല. നമ്മളെ ചേർത്ത് പിടിക്കുന്ന ഒരു ദൈവമേ നമുക്കുള്ളൂ. അതാ നമ്മുടെ ജീവിക്കുന്ന ദൈവം. ഹല്ലേലൂയ. ഇവിടെ ബർത്തിമായിയുടെ ലേബല് നസ്രയൻ ഇവിടെ മാറ്റുകയാണ്. ഹല്ലേലൂയ. അതേ ദൈവമക്കളെ, നമ്മുടെ നിന്ന മാറണമെങ്കിൽ ഈ ദൈവത്തോട് പറ്റിയിരുന്നാൽ മാത്രമേ നടക്കൂ. ഓരോ ദൈവമക്കളും അവൻ്റെ പാദപീഠത്തിൽ അവനെ ആശ്രയിച്ചാൽ ഹല്ലേലൂയ വിടുതൽ ഉറപ്പാ. ഹല്ലേലൂയ. ഈ വചനം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ വചനത്താൽ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും നിങ്ങളുടെ നിന്ന പ്രയാസങ്ങളെല്ലാം ദൈവം മാറ്റിത്തരട്ടെ. എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കുമായിട്ടും ദൈവം അനുഗ്രഹിക്കുന്ന ഒരു ദിവസമായി തീരട്ടെ.